Today we will discuss about Introduction to Computers and Office Automation. Microsoft PowerPoint presentation എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ സ്ലൈഡ് പ്രസന്റ് ചെയ്യാം എന്നുള്ള കൺസെപ്റ്റുകൾ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. Introduction to presentation, creating, manipulating, organization, chart, word art, animations, how to insert animated pictures, inserting recorded sound, etc. First one, Introduction to presentation. A presentation software that allows to create slides, handout, notes and outlines. Basic informations എങ്ങനെ ഒരു സ്ലൈഡിൽ പ്രസന്റ് ചെയ്യാന്നുള്ള കൺസെപ്റ്റ് ആണ് ഇവിടെ അതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ആണ്. Slide shows can include text, graphics, video, animation, sound and much more. ഒരു സ്ലൈഡിൽ തന്നെ നമുക്ക് ടെക്സ്റ്റുകൾ നോട്ട്സ് രൂപത്തിലല്ലായിരിക്കും, പോയിന്റ്സ്, ബുള്ളറ്റ്സ് ആൻഡ് നമ്പേഴ്സ് വെച്ച് ടെക്സ്റ്റുകൾ അറേഞ്ച് ചെയ്യാം, ഗ്രാഫിക്സ് യൂസ് ചെയ്യാം, വീഡിയോസും ആനിമേഷനും പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ കഴിയും ഓഡിയൻസ്. അങ്ങനെയുള്ള ഒരു ടൈപ്പ് പ്രസന്റേഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, then PowerPoint is a closed source commercial presentation program developed by Microsoft. Microsoft developed ചെയ്താണ്. A presentation is a series of slides. Multiple slide and presentation എന്ന് പറയുന്നത്. A new slide or slide layout contain placeholders for object. ഒരു സ്ലൈഡ് അല്ലെങ്കിൽ സ്ലൈഡ് ലേഔട്ട് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ഹോൾഡർ ഉണ്ടായിരിക്കും. ഫ്രെയിം ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ദർ ആർ മെനി ഡിഫറെന്റ് ഡിസൈൻ ടെംപ്ലേറ്റ്സ്. നമുക്ക് വർക്ക് ചെയ്യാനുള്ള ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ടെംപ്ലേറ്റ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട ടെംപ്ലേറ്റ്സ് എടുത്തതിന് ശേഷം ആ ടെംപ്ലേറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും കണ്ടന്റുകൾ. ട്രാൻസിഷൻ ആൻഡ് അനിമേഷൻ ഇഫക്റ്റ് ക്യാൻ ആഡഡ്. ഓഡിയോ, വീഡിയോ, അനിമേഷൻ, ട്രാൻസിഷൻ ഇവന്റ് എല്ലാം സെറ്റ് ചെയ്യാൻ കഴിയും ഓരോ സ്ലൈഡിൽ. ഓക്കെ, the different views are normal view, thumbnail view, notes view, slide sorted view, comments view, slide show, presenter view. ഇത്രയും ടൈപ്സ് നമുക്ക് വ്യൂവിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. നമുക്ക് ഓരോ പർപ്പസ് ആണ്. എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊരു പ്രസന്റേഷൻ ആണ്, ഒരു ഡെമോ. ഈ ഒരു പ്രസന്റേഷനിൽ ഇവിടെ വ്യൂസ് ക്ലിക്ക് ചെയ്യാം. വ്യൂ, നോർമൽ വ്യൂ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ വ്യൂസ് നോർമൽ വ്യൂ. ഇവിടെയാണ് ഇപ്പോൾ നോർമൽ ആയിട്ട് നിൽക്കുന്നത്. ഡിഫോൾട്ട് വ്യൂ നോർമൽ വ്യൂ. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ വ്യൂ കാണാൻ കഴിയും. ഓക്കെ, ദെൻ ഇവിടെ ഔട്ട്ലൈൻ വ്യൂ, സെക്കൻഡ് വ്യൂ ആണ് ഔട്ട്ലൈൻ വ്യൂ. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ കണ്ട ഇവിടെ ബേസിക് ആയിട്ട് ഔട്ട്ലൈൻ. ഈ ഒരു സ്ലൈഡിൽ എന്തൊക്കെ കണ്ടന്റ് ഉള്ളത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഡിസ്ക്രൈബ് കാണാൻ പറ്റും. ഒരു ഔട്ട്ലൈൻ വ്യൂ. ദെൻ നെക്സ്റ്റ് വൺ ആണ് സ്ലൈഡ് സോർട്ടഡ് വ്യൂ. എല്ലാ സ്ലൈഡും ഇതുപോലെ ഡിസ്ക്രൈബ് കാണാം. കംപ്ലീറ്റ് സ്ലൈഡ് ഇവിടെ ഇതുപോലെ ഒരു ടൈൽസ് രൂപത്തിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ദെൻ നോട്ട് പേജ് വ്യൂ. കറന്റ് സ്ലൈഡിനുമായി ബന്ധപ്പെട്ട നോട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നോട്ട്സ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. അതാണ് നോട്ട്സ് വ്യൂ. ഈ നോട്ട്സ് ഓൾറെഡി നോർമൽ വ്യൂവിലും പ്രസന്റ് ആണ്. നോർമൽ വ്യൂ ക്ലിക്ക് ചെയ്തതിനു ശേഷം നോട്ട്സ് ഓൺ ആക്കി കഴിഞ്ഞാൽ താഴെ നോട്ട്സ് കാണാൻ പറ്റും. ഈ ഒരു ഏരിയ ഇവിടെ കുറച്ച് സൈസേ ഉള്ളൂ. നമുക്ക് ഇവിടെ ടെക്സ്റ്റുകൾ ഈ ഒരു സ്ലൈഡാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ ഈ ഒരു കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്ത് വെക്കാം. നോട്ട്സിന്റെ ഒരു ഭാഗം വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, പേജ് നോട്ട്സ് അറേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ആ നോട്ട്സ് കംപ്ലീറ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റും. ഈ ഒരു സ്ലൈഡുമായി ബന്ധപ്പെട്ട നോട്ട്സ് ഓരോ സ്ലൈഡിലും ഇതുപോലെ നോട്ട്സ് ഉണ്ടായിരിക്കും. അതുപോലെ നെക്സ്റ്റ് ആണ് റീഡിംഗ് വ്യൂ. ഇത് റീഡ് ചെയ്യാനുള്ള കണ്ടന്റുകളാണ്. ഇതുപോലെ കണ്ടന്റ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, റീഡിംഗ് മോഡ്. പ്രസന്റേഷൻ വ്യൂ നമുക്ക് ഇവിടെ എന്ത് പ്രസന്റ് ചെയ്യാൻ വിചാരിക്കും. ഒരു കണ്ടന്റ് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകണം. പ്രസന്റേഷൻ വ്യൂ കാണിക്കുന്നത് കണ്ടന്റ് പ്രസന്റ് ചെയ്യുമ്പോഴാണ് കാണാൻ കഴിയുള്ളൂ. ദാറ്റ് ഈസ് ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ ഷോ പ്രസന്റർ വ്യൂ. പ്രസന്റ് ചെയ്യുന്ന ആളുകൾക്ക് നെക്സ്റ്റ് സ്ലൈഡ് എന്താ നമുക്ക് കാണാൻ കഴിയും. അതാണ് പ്രസന്റർ വ്യൂ എന്ന് പറഞ്ഞത്. റൺ ചെയ്യുന്ന ഭാഗത്ത് കാരണം വേറെ ഒരു പ്രൊജക്ടർ ഒക്കെ വെച്ച് കണ്ടന്റ് വർക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് സ്ലൈഡ് എന്തായിരിക്കും എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. ഈ സൈഡിൽ ആ സ്ലൈഡിന്റെ നോട്ട്സും ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്ലൈഡ് എന്താ നമുക്ക് പറയാൻ പോകുന്നത്. കാരണം ഈ ഒരു കറന്റ് സ്ലൈഡാണ് ഓഡിയൻസിന് കാണാൻ കഴിയുള്ളൂ. ഓക്കെ, ഓഡിയൻസിന് ഈ കറന്റ് സ്ലൈഡ് കാണാൻ കഴിയും. നമ്മൾ പ്രസന്റർ ആയ ആളുകൾക്ക് എന്ത് ചെയ്യും, ഇവിടെ നെക്സ്റ്റ് സ്ലൈഡ് കാണാൻ കഴിയും. ഇതിപ്പോ വേറെ ഒരു ഡിവൈസുമായി കണക്ട് ചെയ്തിട്ടില്ല. അല്ല ഇവിടെ കാണിക്കുന്നുണ്ടോ, ഇത് പ്രൊജക്ടർ വേറെ ഒരു ഡിവൈസുമായി കണക്ട് ചെയ്യണം, പ്രൊജക്ടറായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നെക്സ്റ്റ് സ്ലൈഡ് ഇവിടെ വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട് ഡിവൈസ് വേണം. ഔട്ട് സൈഡ് ആയിട്ട് വേറെ കണക്ട് ചെയ്യുന്ന ഡിവൈസ് ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കാണ് ആ ഡിവൈസിൽ ഇത് കാണാൻ കഴിയും. നമ്മുടെ ഈ ലാപ്ടോപ്പിൽ എന്ത് ചെയ്യാൻ കഴിയും, ഇതുപോലെ ഇവിടെ കാണാൻ കഴിയുന്ന ഒരു വിൻഡോ കാണും. നെക്സ്റ്റ് സ്ലൈഡ് എന്താണ് അവിടെ കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ അങ്ങനെ അതിന്റെ നോട്ട്സും ഇവിടെ കാണാൻ പറ്റും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പ്രസന്റർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ എല്ലാ വ്യൂസും നമുക്ക് ഇവിടെ മെനു ആയിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ട്സ് ക്ലിക്ക് ചെയ്യാം. നോട്ട്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ട് ഈ ഒരു ഭാഗത്ത് നോട്ട്സ് ആണ്. അതുപോലെ കമന്റ്സ് എൻട്രി ചെയ്യാനുള്ള വ്യൂ. അതുപോലെ നോർമൽ വ്യൂ, സ്ലൈഡ് സോർട്ടർ വ്യൂ, റീഡിംഗ് വ്യൂ, സ്ലൈഡ് ഷോ. പിന്നെ ഒരു മെത്തേഡ് ആണ് പ്രസന്റേഷൻ വ്യൂ. അത് പ്രസന്റ് ചെയ്യുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. രണ്ട് ഡിവൈസ് കണക്ട് ചെയ്യുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇന്റർഫേസിന് പരിചയപ്പെടാം. ഇന്റർഫേസിൽ വരുന്നതാണ് ഫസ്റ്റ് തന്നെ ഹോം ടാബ്. അതിൽ വരുന്ന കണ്ടന്റുകളാണ് ഫോർമാറ്റിംഗ്, എഡിറ്റിംഗ് ആൻഡ് ലേഔട്ട്. ഈ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളൊക്കെയാണ് ഫോർമാറ്റിംഗ്,
ടെക്സ്റ്റുകൾ, ലേഔട്ടുകൾ, ഏത് കണ്ടന്റിലും ഫോർമാറ്റ് ചെയ്യാൻ, അതുപോലെ എഡിറ്റ് ചെയ്യാൻ, കണ്ടന്റ് എഡിറ്റ് ചെയ്യാൻ, അതുപോലെ ലേഔട്ട്, മൾട്ടിപ്പിൾ ലേഔട്ട്, സ്ലൈഡ് ഇൻസെർട്ട് ചെയ്യാൻ. ഓക്കെ, ഓരോ സ്ലൈഡിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പഠിക്കാം. ഓക്കെ, ഇൻസെർട്ട് വേണ്ടി യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഷേപ്സ് ആണ്. ബേസിക് ഷേപ്പ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക, ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ മോർ സ്ലൈഡ് ഇൻസെർട്ട് ചെയ്യാം, ടേബിൾസ് ഇൻസെർട്ട് ചെയ്യാം, ടെക്സ്റ്റ്, മീഡിയ, വീഡിയോ, ഓഡിയോ, ഇതെല്ലാം നമുക്ക് ഇൻസെർട്ട് ചെയ്യാം. കറന്റ് സ്ലൈഡിലേക്ക് ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് ഇൻസെർട്ട് ടാബ്. നെക്സ്റ്റ് ഡിസൈൻ ടാബ്, തീം ഡിസൈൻ ചെയ്യാം, അതുപോലെ ബാക്ക്ഗ്രൗണ്ട്, കളേഴ്സ്, അറേഞ്ച്മെന്റ് ഓഫ് ഒബ്ജക്റ്റ്. ഇപ്പൊ കറന്റ് സ്ലൈഡിലുള്ള കണ്ടന്റുകൾ എല്ലാം, ഏത് കണ്ടന്റ് ആയാലും അതിന്റെ ഡിസൈൻ, ടേബിൾ ആണെങ്കിൽ ടേബിളിന്റെ ഡിസൈൻ, തീം ഡിസൈൻ, സ്ലൈഡിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ ചെയ്യാം, ടെക്സ്റ്റ് കളർ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഒരു ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ 3D വ്യൂസ് അല്ലെങ്കിൽ 2D വ്യൂസ്, അതിന്റെ അറേഞ്ച്മെന്റ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസൈൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ ഡിസൈൻ ടാബ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് അനിമേഷൻ ടാബ്. അനിമേഷൻ ടാബ് മൂവ്മെന്റ് ടു സ്ലൈഡ് ഓർ ഒബ്ജക്ട്. കറന്റ് ഒബ്ജക്ട് എങ്ങനെ മൂവ് ചെയ്യും, ഏത് രൂപത്തിൽ സ്ലൈഡ് ഷോ ചെയ്യുന്ന സമയത്ത് എങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ ഏത് രൂപത്തിൽ അതിന്റെ ഒബ്ജക്റ്റുകൾ മൂവ് ചെയ്യാം. ടെക്സ്റ്റുകളായിരിക്കാം, ഗ്രാഫ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിൽ ആ സ്ലൈഡിലുള്ള ഏത് കണ്ടന്റ് ആണോ അതിന്റെ മൂവ്മെന്റ് ആണ് അനിമേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് അനിമേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷന്റെ അനിമേഷൻ എന്ന് പറയുന്ന ടാബ്. ഓക്കെ, നെക്സ്റ്റ് ടാബ് വരുന്നത് സ്ലൈഡ് ഷോ. സ്ലൈഡ് ഷോ ചെയ്യുന്ന സമയത്ത്, പ്രസന്റ് ചെയ്യുന്ന സമയത്ത് റെസൊല്യൂഷൻ ഞാൻ സെറ്റ് ചെയ്യാം. പ്രിവ്യൂ ചെയ്തിട്ട് രൂപത്തിലായിരിക്കണം. അതിൽ കസ്റ്റം അനിമേഷൻസ് ഉണ്ട്, കസ്റ്റം സ്ലൈഡ് ഷോ ഉണ്ട്. നമുക്ക് വേണ്ട രൂപത്തിൽ നമുക്ക് ഏത് സ്ലൈഡ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്ലൈഡ് ഏതായിരിക്കും എന്നൊക്കെ നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കസ്റ്റം സ്ലൈഡ് ഷോ അറേഞ്ച് ചെയ്യുക. ഇങ്ങനെയാണ് സ്ലൈഡ് ഷോയിൽ വരുന്നത്. നെക്സ്റ്റ് റിവ്യൂ, സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാം. കറന്റ് സ്ലൈഡുകളിൽ അല്ലെങ്കിൽ ത്രൂ ഔട്ട് എല്ലാ സ്ലൈഡിലും സ്പെല്ലിംഗ് ചെക്ക്. ദെൻ അതുപോലെ ട്രാൻസ്ലേറ്റ്, ചില കണ്ടന്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരാം. നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആയിരിക്കില്ല ബാക്കിയുള്ളവർക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ചില സ്ലൈഡിലെ ടെക്സ്റ്റുകൾ ട്രാൻസ്ലേറ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ലേറ്റ് ടെക്സ്റ്റ് ഉപയോഗിക്കാം. ഓക്കെ, ദെൻ വ്യൂ മൾട്ടിപ്പിൾ ടൈപ്സ് വ്യൂസ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം ആ കണ്ടന്റ് തന്നെ ഇവിടെ പറഞ്ഞു. വ്യൂസ്, ഏതൊക്കെ ടൈപ്സ് വ്യൂസ് നമുക്ക് വ്യൂ ചെയ്യാൻ കഴിയും. കറന്റ് സ്ലൈഡിനെ വ്യൂ ചെയ്യാനുള്ള കൺസെപ്റ്റാണ് വ്യൂസ് പറയുന്നത്. 6 ടൈപ്സ് വ്യൂസ് എന്ന് പറഞ്ഞതാണ്. ലാസ്റ്റ് വരുന്ന ആഡിങ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നതാണ് ഷോ, സ്ലൈഡ് ആൻഡ് റെക്കോർഡ് ടൈംസ്. കറന്റ് സ്ലൈഡ് റൺ ചെയ്യുന്ന പ്രസന്റേഷൻ നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പൊ ആ റെക്കോർഡിന്റെ കണ്ടന്റുകൾ വരുന്നതാണ് സ്ലൈഡ് ഷോ. സ്ലൈഡ്സ് കാണാൻ കഴിയും, അതുപോലെ ആ കാണുന്ന ഭാഗം നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി കൊണ്ട് അറേഞ്ച് ചെയ്യാണ്, അതിന്റെ ടൈമിംഗ് അറേഞ്ച് ചെയ്യാൻ കഴിയും. ഈ ഓരോ സെഷൻസും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓരോ റിബൺ ഏതൊക്കെയാണുള്ളത് ഓരോ ക്ലാസ്സിലായിട്ട് നമുക്ക് പറയാം. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.